പശ്ചിമേഷ്യയുടെ ആകാശം വീണ്ടും കറുത്തിരുളുകയാണ്. ഇത്തവണ വാക്കുകളിലല്ല, മറിച്ച് യുദ്ധത്തിന്റെ തീമഴ പെയ്യാൻ പോകുന്നതിന്റെ സൂചനകളാണ് അവിടെ മുടങ്ങുന്നത്. ലോകം പുതുവത്സരത്തിന്റെ നിറപ്പകിട്ടിൽ നൃത്തം ചവിട്ടുമ്പോൾ അധിനിവേശ ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സിംഹഗർജനം ഇറാനിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. ഞങ്ങൾ വെറുമൊരു വാക്കേറ്റത്തിലല്ല, മറിച്ച് അമേരിക്കയോടും ഇസ്രായേലിനോടും യൂറോപ്പിനോടും ഒരു പൂർണ്ണ യുദ്ധത്തിലാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഈ വാക്കുകൾ ലോകഭൂപടത്തെ തന്നെ വിറപ്പിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് തോക്കിൻ മുനയിൽ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്ന് മോഹിക്കുന്നവർക്കുള്ള ഇറാന്റെ അവസാനത്തെ താക്കീതാണ്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കാൾ ഭീകരമായ ഒരു ഹൈബ്രിഡ് യുദ്ധമാണ് തങ്ങൾ നേരിടുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അന്ന് ശത്രുക്കൾ നേരിട്ടായിരുന്നുവെങ്കിൽ ഇന്നവർ ഉപരോധങ്ങളുടെയും സാമ്പത്തിക ശ്വാസം മുട്ടിക്കലുകളിലൂടെയും മറവിൽ ഒളിച്ചിരുന്നാണ് ആക്രമിക്കുന്നത്. എന്നാൽ ഇറാന്റെ പ്രതിരോധം ഇപ്പോൾ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാങ്കേതിക വിദ്യയിലും മിസൈൽ കരുത്തിലും അജയ്യരായ ഇറാൻ തങ്ങളുടെ മണ്ണിൽ ഒരടി പോലും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫ്ലോറിഡയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇറാന്റെ ഈ കടന്നാക്രമണം. പശ്ചിമേഷ്യയെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ അവർ പദ്ധതികൾ മെനയുമ്പോൾ അതിനെ തകർക്കാൻ ഇറാന്റെ സൈനിക ശേഷി സജ്ജമാണെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളുടെ സൈനിക ശേഷി മുമ്പത്തേക്കാൾ ശക്തമാണ്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മാരകമായിരിക്കും എന്ന ഇറാന്റെ ഉരുക്കുമുഷ്ടി നയം സമാധാന പ്രാവുകളെ പറത്തുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. പുതിയ വർഷം സമാധാനത്തിന്റേതാകുമോ അതോ മറ്റൊരു മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.